വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിൽ നിന്നും പിന്മാറിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടിയെത്തിയത്. എന്താണ് ആ ഒരു പിന്മാറ്റത്തിന് പിന്നിലെ കാരണമെന്ന് നോക്കാം. പി ജോഷിലേക്ക് പോകാം. ജോഷില, ഗുഡ് മോർണിംഗ്. സമരം ആയിരുന്നു അവർ ആദ്യം നിശ്ചയിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ ഇതാ സമരത്തിൽ നിന്നും താൽക്കാലികമായി പിൻവാങ്ങിയിട്ടുണ്ട്. ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം? എന്താണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? സിന്ധുരി, ഇന്ന് വയനാട് സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ച കാര്യം G-ഫോം നൽകി ഒരു വർഷത്തേക്ക് ഇന്നു മുതൽ സർവീസ് നിർത്തിവെക്കാനായിരുന്നു. ഇങ്ങനെ 300ഓളം ബസ് ഉടമകൾ G-ഫോം നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിവരം. എന്നാൽ ഇന്നലെ വൈകുന്നേരം ADM-മായി നടത്തിയ ചർച്ചയിൽ, ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിൽ 3-ാം തീയതി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉന്നതതല യോഗത്തിന് ശേഷം ബസ് സമരത്തിലേക്ക് പോകണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ADM നൽകിയ ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സ്ത്രീ സൗജന്യ യാത്ര നടത്തുന്ന KSRTC ബസ്സുകൾ, ആ പ്രിയദർശിനി ബസ്സുകളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട്, അതായത് സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടം വരാത്ത വിധത്തിൽ സമയം ക്രമീകരിക്കാനാണ് തീരുമാനം. ആ തീരുമാനം ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ അതുണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാരണം നേരത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച ആ സ്ത്രീ സൗജന്യ യാത്ര അതോടുകൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക്, പൂർണ്ണമായും അല്ലെങ്കിൽ പോലും അതൊരു ഫലവത്താകുന്ന രീതിയിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളതാണ്. സ്ത്രീകളൊക്കെ തന്നെ ആഗ്രഹിച്ച സൗജന്യ യാത്ര അത് ഇല്ലാതാകുന്ന രീതിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. കാരണം സമയക്രമീകരണം എന്ന് പറയുന്നത് ഏകദേശം 9 മണിക്കൊക്കെ 10 മണിക്ക് ജോലിക്കെത്തേണ്ട സ്ത്രീകളൊക്കെ തന്നെ ആശ്രയിക്കുന്ന പ്രിയദർശിനി ബസ്സുകൾ അത് സമയം ക്രമീകരിച്ചാൽ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾക്ക് അനുകൂലമായ രീതിയിൽ സമയം ക്രമീകരിച്ചാൽ ഈ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊന്നും തന്നെ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥ വരും. പ്രിയദർശിനി ബസ് റൂട്ടുകളിൽ ഈ പ്രശ്നം വലിയ രീതിയിൽ സ്ത്രീകളെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്, സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുന്നത് തന്നെ അത് ദുർബലപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളതല്ല, അവരുടെ പൈസ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്, യാത്രാക്കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം സ്ത്രീ സൗജന്യ യാത്ര അനുവദിക്കുകയും അതേസമയം തന്നെ തൊഴിലില്ലാത്ത പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ യാത്ര കൂലി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടകരമായ രീതിയിലേക്ക് പോകുന്ന കാര്യമാണ്. കാരണം ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടി രക്ഷിതാവിൽ നിന്നും പണം കിട്ടാതെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അതിന് ഒരുക്കമാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമായി 11 മണിക്ക് 3-ാം തീയതി തന്നെ 11 മണിക്ക് വിദ്യാർത്ഥികൾ സംഘടനകളുടെയും അതുപോലെ തന്നെ കളക്ടറും ചേർന്നുള്ള യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് താൽക്കാലികമായി വയനാട് ജില്ലയിലെ ബസ് സമരം നിർത്തിവെക്കുന്ന രീതിയിലേക്ക് ബസ് ഉടമകൾ പോയിട്ടുള്ളത്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്, ADM നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു രീതിയിലേക്ക്, സമരം പിൻവലിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും 3-ാം തീയതിത്തെ ഉന്നതതല യോഗത്തിന് ശേഷം, ആ ചർച്ചയ്ക്ക് ശേഷം അറിയാം ഇനി എങ്ങനെയാണ് ബസ് റൂട്ടുകൾ തീരുമാനിക്കുന്നത്. ബസ് ഉടമകൾ ബസ് റൂട്ടുകൾ സർവീസ് നടത്തണമോ എന്നുള്ള കാര്യം തീരുമാനിക്കും. എന്തായാലും ഒരു വർഷത്തേക്ക് G-ഫോം നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ സർവീസ് നിർത്തിവെക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെയുണ്ടായ ADM-മായി ഉണ്ടായ യോഗത്തിലാണ് ഇത്തരം റൂട്ടുകൾ, പ്രത്യേകിച്ച് വിംസ് ഹോസ്പിറ്റൽ മുതൽ കൽപ്പറ്റ വരെയും, അതുപോലെ തന്നെ കോഴിക്കോട് കൽപ്പറ്റ റൂട്ടുകൾ, മാനന്തവാടി ബത്തേരി റൂട്ടുകൾ, മാനന്തവാടി ടു കൽപ്പറ്റ റൂട്ടുകൾ, ഇവയിലൊക്കെ തന്നെ സമയക്രമീകരണം ഉണ്ടാകും എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. ആ സമയക്രമീകരണം വലിയ പ്രത്യാഘാതങ്ങൾ ഈ പ്രിയദർശിനി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും എന്നുള്ളത് വസ്തുതയാണ്.